ഹേ ഗായ്സ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഡേ ഇൻ മൈ ലൈഫാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടാൽ തന്നെ മനസ്സിലാവുന്നുണ്ട് എൻ്റെ വോയിസും എൻ്റെ വീഡിയോ ആയിട്ട് യാതൊരു വിധത്തിലുള്ള മാച്ചിങ് ഉണ്ടായിരിക്കത്തില്ല. കാരണം ഞാൻ 1 month ബിഫോർ ചെയ്തിട്ടുള്ള വീഡിയോനെ ഇപ്പോൾ എടുത്തിട്ട് വോയിസ് ഓവർ കൊടുക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം. രാവിലെ നമ്മൾ സൺഡേ ആണെങ്കിലും മൺഡേ ആണെങ്കിലും രാവിലെ എണീറ്റായിട്ടുള്ള ആദ്യത്തെ പ്രോഗ്രാം എന്ന് പറയുന്നത് എൻ്റെ ഭൂതക്കുപ്പി കണ്ണട എടുത്ത് വെച്ച് നേരെ എൻ്റെ കമ്പ്യൂട്ടർ ഓപ്പൺ ചെയ്യാന്നുള്ളതാണ്. കാരണം നമ്മുടെ ബിസിനസ് കാര്യങ്ങളിൽ ചില ഇമെയിൽസ് ഒക്കെ എനിക്ക് ഡൈവേർട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ രാവിലെ എണീറ്റാൽ തന്നെ ഇമെയിൽസ് ചെക്ക് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ്. അടുത്ത സെഗ്മെന്റ് ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും ഞാൻ എൻ്റെ ബാൽക്കണിയിൽ പോയിരുന്നിട്ട് ഇതുപോലെ യോഗ ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ 1 month ബിഫോർ എൻ്റെ വ്യൂവേഴ്സിനെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഫേക്കാക്കി ഉണ്ടാക്കിയെടുത്താണ് യോഗയാണ് ഈ പരിപാടി. കാരണം എനിക്ക് യോഗ ചെയ്യാറുമില്ല, രാവിലെ ഞാൻ എണീറ്റിട്ട് യോഗ ചെയ്യാറുമില്ല, ഒന്നുമില്ല. ഞാൻ 9 മണിയാവാണ്ട് ഞാൻ കട്ടിലൊന്നും എണീക്കാത്തൊരു സൂക്കേടുകാരനാണ്. അതുകൊണ്ട് തന്നെ ഈ യോഗ കണ്ടിട്ട് ആരും പ്രാക്ടീസ് ചെയ്യണ്ട. ഇത് യോഗ എന്നല്ല, ഇത് ഒരു ബുക്കിൽ എഴുതി വെക്കാത്ത ഒരു യോഗയാണ്. അതിൻ്റെ അപ്പുറത്ത് എൻ്റെ ഫാദർ എത്തി നോക്കുന്നുണ്ട്. കാരണം ഇവൻ എന്താണ് 8 മണിക്ക് എണീറ്റ് ഇവിടെ കാട്ടിക്കൂട്ടുന്നതെന്നാണ് നോക്കുന്നതാണ്. 2-3 വട്ടം വന്ന് നോക്കിയപ്പോൾ ഞാൻ ആ വീഡിയോസ് ഒക്കെ എഡിറ്റ് ചെയ്ത് കളഞ്ഞു. ഇത് യോഗയല്ല, ഇത് ഞാൻ ചുമ്മാ ആഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ്, നോട്ട് എ യോഗ. രാവിലെ എണീറ്റ് കഴിഞ്ഞിട്ടുള്ള എൻ്റെ മെയിൻ പ്രോഗ്രാം എന്ന് പറയുന്നത് ഈ കാർക്കൂന്തലിനെ ഒന്ന് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. കാരണം എൻ്റെ മുടി നല്ല ഉള്ളുള്ളത് കൊണ്ട് തന്നെ എത്ര സ്ട്രെയിറ്റ് ചെയ്താലും അത് പെട്ടെന്ന് തന്നെ തിരിച്ച് മെസ്സി ഹെയറിലേക്ക് മാറും. സോ യൂഷ്വലി ഞാൻ എല്ലാ ദിവസവും ഓയിൽ ചെയ്തില്ലെങ്കിലും വീക്ക്ലി വൺസ് ഞാൻ ഓയിൽ ചെയ്ത് ഷാമ്പു ഇട്ട് കുളിക്കാറുണ്ട്. മറ്റു ദിവസങ്ങളിൽ ട്വൈസ് ഇൻ എ വീക്ക് മാത്രമേ ഞാൻ തല കുളിക്കാറുള്ളൂ. അതിനാരും തെറി പറയേണ്ട, അതങ്ങനെയാണ്, ഞാൻ അങ്ങനെ ചെയ്യാറുള്ളൂ. പിന്നെ ഈ മുടിയുടെ എല്ലാ ഭാഗത്തേക്കും എണ്ണ എത്തിക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു ടാസ്ക് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ ചെയ്യുന്നത് ഇവിടെ എന്താന്ന് വെച്ചാൽ നോർമൽ വെളിച്ചെണ്ണയിലേക്ക് പിന്നെ എൻ്റെ അമ്മ തയ്യാറായ സംഭവം കൂടെ ഓയിലിലേക്ക് മിക്സ് ചെയ്തിട്ട് തയ്ക്കുമ്പോൾ എനിക്ക് എൻ്റെ മുടിയിൽ എല്ലാ ഏരിയയിലേക്കും എത്തിക്കാറുണ്ട്. പിന്നെ ഹെയർ ഫോൾ നല്ല കുറവുണ്ട്. നമ്മുടെ ഹെയർ ഓയിലിംഗ് എല്ലാം കഴിഞ്ഞിട്ട് ഏകദേശം 10 minutes എടുത്തു ഹെയർ ഫോളുള്ളതുകൊണ്ട് കുറച്ച് ടൈം എടുത്തു. സത്യം പറഞ്ഞാൽ ഹെയർ ഒക്കെ നല്ല രീതിയിൽ ഗ്രോ ചെയ്യണമെന്ന് ആഗ്രഹം മാത്രമുള്ളൊരു വ്യക്തിയാണ് ഞാനത് മെയിൻറ്റെയിൻ ചെയ്യത്തേയില്ല. അതുകൊണ്ട് എൻ്റെ വീട്ടിലുള്ളവർക്ക് ഡെയിലി ഒരു 2-3 times ഫ്ലോറ് തൂത്ത് വരേണ്ട ഒരു പണിയുണ്ട്. കാരണം മുടി ഫുള്ള് കൊഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഡെയിലി എനിക്ക് ചീത്ത കെട്ടാറുണ്ട് വീട്ടിനകത്ത്. അതുകൊണ്ട് നമ്മൾ ആഗ്രഹം മാത്രം പോരാ, മുടി നന്നായിട്ട് കെയർ ചെയ്യുകയും വേണം, അല്ലെങ്കിൽ പണി കിട്ടും. അടുത്ത സെഗ്മെന്റ് പിന്നെ മുടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എന്നത്തെയും പോലെ എൻ്റെ ഫുഡിങ് ആണ്, ബ്രേക്ക്ഫാസ്റ്റ് ആണ്. ബ്രേക്ക്ഫാസ്റ്റിന്റെ കാര്യത്തിൽ ഞാൻ യാതൊരു വിധ കോംപ്രമൈസും കാണിക്കാറില്ല. പിന്നെ എനിക്ക് അങ്ങനെ ഇന്നത് വേണം എന്നൊന്നുമില്ല. വീട്ടിൽ എന്താണ് ഉണ്ടാക്കുന്നത് അത് അങ്ങോട്ട് കഴിക്കും. അതല്ല വേറെ വലുത് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേണമെങ്കിൽ പോയി ഉണ്ടാക്കി കഴിച്ചോളാനും പറയും. അതുകൊണ്ട് കിട്ടുന്നത് കഴിച്ചു കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ പരിപാടി സ്റ്റാർട്ട് ചെയ്യും. യോഗ എന്ന ഫേക്ക് വീഡിയോയ്ക്ക് ശേഷം ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ സമർപ്പിക്കുന്നു ചാർക്കോൾ ഫേസ് പാക്ക് ഓർ പീലിംഗ് മാസ്ക്. ഇത് സത്യം പറഞ്ഞാൽ ഇത് മേടിച്ചതിന് ശേഷം ഇതെല്ലാം ഉപയോഗിച്ചത് എൻ്റെ ഡാഡിയാണ്, ഞാനല്ല. അതിനുശേഷം ട്യൂബിലുള്ള അവസാന ഭാഗം മാത്രമാണ് ഞാൻ ഇന്ന് വീഡിയോയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നത്. ഇതൊന്നും എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇട്ട് പരീക്ഷിച്ചിട്ടില്ല. കാരണം എനിക്കിതൊന്നും ഇഷ്ടമല്ല, എനിക്കിതിനൊന്നും സമയമില്ല. കാരണം ഇത് ഉണങ്ങി വരാനായിട്ട് ഏകദേശം ഒരു 1 hour എടുക്കുമെന്ന് എനിക്ക് മനസ്സിലായി. ആ 1 hourനുള്ളിൽ എനിക്ക് എന്തെങ്കിലും വർക്ക് വരും, ഞാൻ അങ്ങോട്ട് ഓടിപ്പോവും. അതുകൊണ്ട് എനിക്കിത് കംപ്ലീറ്റ് ആക്കാൻ പറ്റാറില്ല. ഞാൻ ലൈഫിൽ തന്നെ ഇത് 2ാമത്തെ ഓട്ടം ഇടുന്നത്, ഇതിനു മുമ്പ് ഞാൻ ഇട്ടിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ തോന്നും ഞാൻ ഡെയിലി അല്ലെങ്കിൽ ആ വീക്കിലി ഒക്കെ ഇതൊക്കെ ഇട്ടും കാണിട്ടാണ് ഫേസിന് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടെന്ന്. ഒന്നും ചെയ്യാറില്ല. എൻ്റെ ഫേസിനകത്ത് ഞാൻ ഒരു കെമിക്കൽസ് എന്നല്ല, നാച്ചുറൽ അല്ല, ഒരു കാര്യം ഞാൻ ഉപയോഗിക്കാറില്ല. വേറെ ഒന്നും കൊണ്ടല്ല, എനിക്ക് മടിയാണ്. എനിക്കിതെല്ലാം ചെയ്തിട്ട് സമയമെടുത്ത് ഇതെല്ലാം കഴുകിക്കളയാനുള്ള മടി കൊണ്ടാണ് ഞാൻ ഇതെല്ലാം ചെയ്യാത്തത്, കൊണ്ടാണ് ഞാൻ ഇതൊന്നും ഉപയോഗിക്കാത്തത്. പിന്നെ ഇതെല്ലാം ഞാൻ ഉപയോഗിക്കുന്നുണ്ട്, നിങ്ങൾ ആരും ട്രൈ ചെയ്യരുത്. ഇതിനൊന്നും യാതൊരു തരത്തിലുള്ള ഒരു ഫീഡ്ബാക്കും ഉണ്ടാവത്തില്ല. കാരണം ഒരു റിസൾട്ടും ഇല്ലാത്ത സംഭവമാണിത്. ഓൺലൈനിലോ മറ്റോ എൻ്റെ വീട്ടിൽ മേടിച്ച് വെച്ചിരിക്കുന്നത്. ഇത് ഇട്ടതുകൊണ്ട് ഇവിടെ ആർക്കും കളർ ഉണ്ടായിട്ടുമില്ല, മുഖത്ത് ഫേസിലെ ഡാർക്ക് സർക്കിൾസും കാര്യങ്ങളൊന്നും പോയിട്ടുമില്ല. അതുകൊണ്ട് ഇതൊന്നും യൂസ് ചെയ്ത് നിങ്ങൾ ചുമ്മാ ക്യാഷ് കളയണ്ട, ഓക്കെ? ഇതെല്ലാം ഉപയോഗിച്ചിട്ട് വലിയ കാര്യമില്ല. ഇത് ഞാൻ യൂസ് ചെയ്തിട്ട് ഞാനൊരു 1 hour കഴിഞ്ഞപ്പോൾ ഇതിന് പൊളിച്ച് കളയുമ്പോൾ ഒരു രസം ഉണ്ടായിരിക്കും. കാരണം ഓരോരോ ഭാഗങ്ങളായിട്ട് ഇങ്ങനെ പൊളിച്ചെടുക്കാനായിട്ട് എന്തൊരു ടൈം പാസും ഒരു സംഭവമൊക്കെയാണ്. ഇതിടാനൊക്കെ എളുപ്പമാണ്, പക്ഷെ ഇത് പൊളിച്ചെടുക്കാനായിട്ട് ചെറിയ പാടുണ്ട്. പിന്നെ ഇതിന് അത്ര പെയിനൊന്നും ഉണ്ടായിരിക്കില്ല. എന്നാലും നമ്മുടെ ഹെയർ ഒക്കെ എവിടെയെങ്കിലും ഒക്കെ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കൊളുത്തിരിക്കുന്നുണ്ടെങ്കിൽ അത് അടർന്നു പോരാണ്ട് കുറച്ച് പാടാണ്, ചെറിയൊരു പെയിൻ ഉണ്ടായിരിക്കും. അല്ലാതെ ഈ പറയത്തക്ക പെയിനൊന്നും ഉണ്ടായില്ല. ഞാൻ ചുമ്മാ ഒക്കെ ആക്ടിങ് ഇടുന്നതാണ്, അതൊന്നും റിയൽ അല്ല. പിന്നെ ഇതെല്ലാം വലിച്ചടിക്കാനായിട്ട് ഈ പറഞ്ഞ പോലെ കുറച്ച് ടൈമും ഒന്നും ആവശ്യമില്ല. ഇറ്റ്സ് വെരി ഈസി. ഒരു സൈഡിൽ നിന്ന് വലിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു നമ്മുടെ ഈ പാള കീറുന്ന പോലെ മുഴുവനായിട്ട് പൊളിഞ്ഞു വരും. നിങ്ങൾക്ക് കണ്ടവനെ മനസ്സിലായിരിക്കും. ഇതുകൊണ്ട് വലിയ ഇമ്പ്രൂവോ അല്ലെങ്കിൽ ഇതിൽ വലിയ ചേഞ്ചസോ ഒന്നുമില്ല. സമയം പോവാന്ന് മാത്രമേ ഉള്ളൂ. അതിനകത്ത് ഒരു പീലിങ്ങും ഇല്ല, ചെളി വരെ അതുപോലെ തന്നെ ഇരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് വലിയ ചേഞ്ചസ് കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഇതിന്റെ ചെറിയ ചെറിയ പീസുകളൊക്കെ അവിടെ ഒട്ടിപ്പിടിച്ചിരിക്കേണ്ടായിരിക്കും. അതൊക്കെ വലിച്ചു പറിക്കാനാണ് പാട്.
വീട്ടിൽ ചുമ്മാ ഇരിക്കുകയാണ്, വലിയ പണിയൊന്നും ഇല്ല, ബോറടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ മുഖത്ത് കുറച്ച് വാരി തേച്ച് പൊളിച്ചോടി ഇരിക്കുക. അതിലും കൂടുതൽ സമയം ഉണ്ടെങ്കിൽ മേത്ത് മുഴുവൻ വേണമെങ്കിൽ ഇത് തേച്ചിട്ട് വലിച്ചെടുത്തോ. ഇതുകൊണ്ട് വലിയ ഗുണമൊന്നും ഉണ്ടായിരിക്കത്തില്ല. ഇത് ചാർക്കോളാന്നൊക്കെ പറയുന്നത്, ചിലപ്പോൾ ചാർക്കോളാണോ അത് വല്ല കെമിക്കലാണോ എന്ന് വലിയ പെടുത്തൊന്നും ഇല്ല. ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ മുഖം ഉണ്ടായിരിക്കോ എന്ന കാര്യത്തിലും വലിയ ഉറപ്പൊന്നുമില്ല. അടുത്തത് ഞാൻ എൻ്റെ നീരാട്ടിലേക്ക് കടക്കാണ്. നീരാടുന്നതിന് മുമ്പ് ഞാൻ എൻ്റെ കാർക്കൂന്തൽ അതിനെ കഴുകി വെക്കും. കാരണം എൻ്റെ കാർക്കൂന്തൽ പൈപ്പ് വെള്ളത്തിൽ കഴുകിയിട്ടുണ്ടെങ്കിൽ എൻ്റെ ഹെയർ ലോസ് കൂടും. അതുകൊണ്ട് ഞാൻ അത് ഒരു 2-3 ദിവസം മുമ്പ് എടുത്തു വെച്ചിട്ടുള്ള വെള്ളത്തിലാണ് എൻ്റെ കാർക്കൂന്തലിനെ ഞാൻ കഴുകാറുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു പരിധി വരെ എനിക്ക് എൻ്റെ ഹെയർ ഫോൾസ് ഒക്കെ കുറയ്ക്കാൻ പറ്റുന്നുണ്ട്. അത്ര കുറയുന്നൊന്നുമില്ല, എന്നാലും കുറച്ച് ഉള്ളു കൂടുതലുള്ളതുകൊണ്ട് എത്ര കുറഞ്ഞാലും പുതിയ ഹെയർ വരുന്നതുകൊണ്ട് വലിയ ഇഷ്യൂസ് ഒന്നുമില്ല. പിന്നെ ഞാൻ വേറെ ടൈപ്പ് ഓഫ് കെമിക്കൽസ് ഒന്നും മുടിയും ഇടാറില്ല. അത് വേറെ ഒന്നും കൊണ്ടല്ല, എനിക്ക് മടിയായത് കൊണ്ടാണ്. പിന്നെ ഹെയർ ഷാമ്പൂസ് വീക്ക്ലി വൺസ് യൂസ് ചെയ്യാറുണ്ട്. അത് ധാത്രിയുടെ അങ്ങനെ ഏതെങ്കിലും ഒരു നോർമൽ ഷാമ്പൂ യൂസ് ചെയ്യുക. എനിക്കങ്ങനെ ഒരു ഷാമ്പൂവിലും വലിയ വിശ്വാസമൊന്നുമില്ല. അത് 100% ഓർഗാനിക് ആണെന്നുള്ള ഒരു ഇതും എനിക്കൊന്നുമില്ല. പിന്നെ ഈ ഒരു സംഭവം എനിക്ക് ലോറിയലിൻ്റെ ഒരു സാമ്പിളായിട്ട് കിട്ടിയതാണ്. വെറുതെ ഫ്രീ ആയിട്ട് കിട്ടിയത് കൊണ്ടാണ് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത്. ഇത് 2-3 മാസമായിട്ട് ഞാൻ യൂസ് ചെയ്തിട്ടൊന്നുമില്ല. പിന്നെ വിചാരിച്ച് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഇട്ട് നോക്കാമെന്ന്. സംഭവം കുറച്ച് നല്ലൊരു സ്മെല്ലൊക്കെ ഉണ്ട് കേട്ടോ. അതിന് നല്ല ഒരു എന്താ പറയുക, നല്ലൊരു ഫ്രാഗ്രൻസ് ആണ് അതിന് വരുന്നത്. എനിക്ക് തോന്നുന്നു കോക്കനട്ട് എന്തോ മിക്സ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തേങ്ങയുടെ നല്ലൊരു സ്മെല്ല് അതിനകത്ത് വരുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ ചുമ്മാ അതൊക്കെ ഇട്ടു. പക്ഷെ സംഭവം എന്താണെന്ന് വെച്ചാൽ ഇത് ഇട്ട് കഴിഞ്ഞിട്ട് എൻ്റെ മുടി ഇതേപോലെ തന്നെയായിരുന്നു. അതായത് എന്താ പറയുക, മെസ്സി അല്ല എന്ന ഓയിലി അല്ലാതെ ഈ ഒരു വാട്ടർ കണ്ടന്റ് ഉള്ള പോലെ ഒരു ലുക്ക് തന്നെയായിരുന്നു. അപ്പോൾ ഇതാണ് ഇന്നത്തെ വ്ലോഗ്. ഇന്ന് പ്രത്യേകിച്ച് വേറെ കാര്യങ്ങളൊന്നുമില്ല. സൺഡേ ആയിട്ടാണ് ഞാൻ അങ്ങനെ വലിയ പണിയൊന്നും വീട്ടിൽ ചെയ്യാറൊന്നുമില്ല. ചുമ്മാ അങ്ങനെ ഒരുങ്ങിയിരിക്കും. പിന്നെ കുറച്ച് സിനിമ കാണും, നെറ്റ്ഫ്ലിക്സിലെ വല്ല സീരീസും കാണും. പിന്നെ വല്ല വർക്ക് എന്തെങ്കിലും ഇമെയിലിൽ റീപ്ലൈയോ മറ്റോ ഉണ്ടെങ്കിൽ അത് ചെയ്യും, ഫുഡ് കഴിക്കും. ഇത്രയൊക്കെ തന്നെയുള്ളൂ. പിന്നെ ഇത് ജോൺസൺസ് ബേബിയുടെ എനിക്കൊരു പ്രശ്നമുണ്ട്. ഞാൻ ചെറുപ്പം മുതൽ ജോൺസൺസ് ബേബിയുടെ മറ്റേ പ്രൊഡക്ട്സ് യൂസ് ചെയ്യുന്നത്. അത് വേറെ ഒന്നും കൊണ്ടല്ല, എനിക്കതിൻ്റെ മണം ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാനതാണ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ കുറച്ച് എന്താ പറയുക, മോയ്സ്ചറൈസറൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഫേസിലിട്ടു. സത്യം പറഞ്ഞ് ഇതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല കേട്ടോ. മോയ്സ്ചറൈസറും ഇതിൻ്റെ ഇപ്പോൾ പിന്നെ എന്തോ ഉണ്ടല്ലോ കൺസീലർ, അങ്ങനത്തെ പേരൊന്നും എനിക്ക് വലിയ പെടുത്തില്ല. അപ്പോൾ എനിവേ താങ്ക് യു, ബൈ, ടേക്ക് കെയർ.